ഈ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഒക്കെ താളം തെറ്റിപ്പോകുന്നു അല്ലേ? സത്യമായിട്ട് തന്നെ അന്വേഷണമുള്ള വരവ് തന്നെയാ. വരവ് തന്നെ അറിയാം. ഈ 56 ദിവസങ്ങളില് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിലേക്ക് എന്താണ് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല? കണ്ടെത്തി പണി മരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എങ്ങനെ സഹിക്കുന്നു? കൗമാരകാലേ കാമുക വചനം എന്ന് വെച്ചാല് കൗമാരത്തില് കാമുകൻ പറയുന്നതേ കേൾക്കൂ. പുരാണത്തിന് വരെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങളൊരു പ്രഷർ കുക്കർ പീരീഡ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആങ്കർ സപ്രസ് ചെയ്യേണ്ട സമയമാണ്. അഗ്രസീവ് ആയിരുന്നോ? അതില്ല. അതായത് ഒരാളിലേക്ക് മാത്രം അത് ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ? ഒരു ആങ്കർ മാനേജ്മെന്റ് നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എന്ത് ചെയ്യാനോടാ, ഞാൻ ദുരന്തനായി പോയി. അത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയി പോയപ്പോ അതിനേക്കാളും വലിയ കാര്യങ്ങൾ നടക്കുന്നില്ലേ? എല്ലാവർക്കും ഇല്ലേ? അനീഷ്, എന്താണ് അനീഷും ആദ്യമായിട്ടുള്ള പ്രശ്നം? പറഞ്ഞിട്ട് കാര്യമില്ല. വൈകിട്ട് കെടുന്നതിന് ശേഷമാണ് ആദില പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന് ഞാൻ കിടന്നുറങ്ങുമ്പോ പ്ലേറ്റ് ഒക്കെ കൊണ്ട് തട്ടുക, എണീക്കെന്ന് പറയാ. അങ്ങനെ കുറെ കാര്യങ്ങൾ ആദില ചെയ്യാറുണ്ട്. ഉപദ്രവത്തിലേക്ക് പോയോ? പോയി. നമ്മൾ മനസ്സിലാക്കുന്ന അവരുടെ സംസാരത്തില് എന്റെ ദേഹത്ത് തൊട്ടാൽ അതിനുള്ള റിഫ്ലക്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷെ റിഫ്ലക്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാകേണ്ടതല്ല. വൈൽഡ് കാർഡ് വരുന്നവരെ ഇവർ അത്ര അഗ്രസീവ് അല്ലായിരുന്നു. വൈൽഡ് കാർഡ് വന്ന് അവിടെ നിന്നാണ് പതിയെ അവരെ എന്നിലേക്ക് മാത്രം. തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്താ വെച്ചാല് മുന്നേ ഇവിടെ ഇഷ്ടം പറഞ്ഞിരുന്നു, ഇവരെ ഞാൻ എന്റെ വീട്ടിൽ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ എപ്പോഴേലും ലാലേട്ടൻ ഫ്രീ ഉള്ളപ്പോ എപ്പോഴേലും പറ്റുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലോട്ട് വിളിക്കുവോ എന്നുള്ളൊരു മാത്രമല്ല എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. അപ്പൊ അതിലേക്കാണ് കിട്ടിയത് ഇമ്മ്യൂണിറ്റി കാർഡ്. അല്ല, കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ ഏറ്റവും മോശം പെർഫോമൻസിന് പിന്നെ ജയിലിൽ പോയ ആളില് ഉണ്ടോ? എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഒരല്പം ദയ കാണിക്കണം. കുറച്ച് അഗ്രസീവ് ആയിരുന്നോ? അതില്ല. അത് അപ്പത്തിരി അഗ്രസീവ് എനിക്ക് മടുത്തടാ. ഞാൻ എന്റെ ജീവനോട് സംഭവം. അതിലും എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. ടാസ്കിന്റെ ഇടയില് ലെമൺ ജ്യൂസിന്റെ ആ ഏരിയയിൽ കേറിയിരിക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയാൾക്കെന്താ ഭ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, ഭ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും അതിലേക്ക് ഈ പാത്രം കഴുകാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് ഒരുപാട് മടി. പിന്നെ മെഡിസിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇത് കുറച്ച് അധികം കടന്ന് പോകുന്നുണ്ട് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ ബോറടിച്ചു തുടങ്ങി. ഇത് തുടക്കം മുതൽ ആ വാക്കാണ് കറക്റ്റ്. നിങ്ങളുടെ ഈ പ്രകടനം നമുക്ക് തന്നെ എന്താണ് ബോറടിക്കുക എന്ന് പറയുന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു.